ചോദ്യം നമ്പർ 61 ശ്രീമതി ശാന്തകുമാരി കെ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സാറേ, സംസ്ഥാനത്തെ പട്ടികജാതി നഗരങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അംബേദ്കർ ഗ്രാമ പദ്ധതി 2016-17 സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കി വരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന പട്ടികജാതി ഗ്രാമങ്ങളിൽ 1 കോടി രൂപ വരെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്നത്. 16-17 സാമ്പത്തിക വർഷം മുതൽ 24-25 സാമ്പത്തിക വർഷം വരെ 800 ഗ്രാമങ്ങളെ ഈ പദ്ധതിയിലേക്ക് നമുക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 428 ഗ്രാമങ്ങളുടെ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 25-26 സാമ്പത്തിക വർഷത്തിൽ 73 ഗ്രാമങ്ങളെ കൂടി ഈ പദ്ധതിയിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പസ് ഫണ്ട് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും ത്രിതല പഞ്ചായത്തുകളുടെ പട്ടികജാതി വിഹിതം ഉപയോഗിച്ചും പട്ടികജാതി ഗ്രാമങ്ങളിലെ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ബി. അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ നിലവിലെ മാനദണ്ഡപ്രകാരം സംസ്ഥാനത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്നതും കുറഞ്ഞത് 25 പട്ടികജാതി കുടുംബങ്ങളെങ്കിലും ഉള്ളതുമായ ഗ്രാമങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കുടുംബങ്ങളുടെ എണ്ണം 25-ൽ കുറവുള്ള ഗ്രാമങ്ങൾ നഗറുകൾ ഉൾപ്പെടുത്തേണ്ടുന്ന സാഹചര്യത്തിൽ അതേ വാർഡിലെയോ തൊട്ടടുത്ത വാർഡിലെയോ ഭൂമിശാസ്ത്രപരമായി ചേർക്കാവുന്ന ഒരു നഗറിനെ കൂടി ഉൾപ്പെടുത്തി കുറഞ്ഞത് 25 കുടുംബങ്ങളുടെ ക്ലസ്റ്ററുകളായി പദ്ധതി നടപ്പിലാക്കാവുന്നതും പരമാവധി 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാവുന്നതുമാണ്. ഇത്തരത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന നഗറുകളിലെ ഗുണഭോക്താക്കളുടെ എണ്ണം 25-ൽ കുറവും ക്ലസ്റ്ററായി നടപ്പാക്കാനും കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ആനുപാതികമായി തുക കുറവ് ചെയ്ത് DPR തയ്യാറാക്കി പദ്ധതി നടപ്പിലാക്കേണ്ടതാണ്. ഇതിനായി കുടുംബങ്ങളുടെ എണ്ണം 20 മുതൽ 24 വരെയാണെങ്കിൽ 75 ലക്ഷം രൂപയും 15 മുതൽ 19 വരെയാണെങ്കിൽ 50 ലക്ഷം രൂപയും ചെലവഴിക്കാവുന്നതാണ്. ശുപാർശ ചെയ്യുന്ന നഗരങ്ങളിലെ പട്ടികജാതി കുടുംബങ്ങളുടെ എണ്ണം 15-ൽ താഴെയാണെങ്കിൽ അത്തരം നഗറുകളെ ക്ലസ്റ്ററിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും. സി. അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ നിലവിലെ മാനദണ്ഡപ്രകാരം ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾ ഉൾപ്പെടുത്താം. ഗ്രാമങ്ങളിലെ റോഡ്, നടപ്പാത, കുടിവെള്ള വിതരണം, വീടുകളിലും കാർഷിക കണക്ഷൻ ലഭ്യമാക്കി കുടിവെള്ള വിതരണം ഉറപ്പാക്കേണ്ടതാണ്. അതേസമയം ജലജീവൻ മിഷൻ ഉള്ള കാര്യങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. തെരുവിളക്ക് സ്ഥാപിക്കൽ, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സൗകര്യങ്ങൾ, കമ്മ്യൂണിറ്റി ഹാള്, ലൈബ്രറി, ഗ്രാമത്തിലെ ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം, ഭവന പുനരുദ്ധാരണം, ടോയ്ലറ്റ് നിർമ്മാണം, വിജ്ഞാനവാടി നിർമ്മാണം, മെയിൻ്റനൻസ്, ഗ്രാമത്തിനുള്ളിലെ പൊതു ആസ്തികളുടെ മെയിൻ്റനൻസ്, പൊതുവായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, കളിസ്ഥലം, കാവ്, കുളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്തിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന നഗരങ്ങളിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം, കിണർ നവീകരണം, ഭവന വൈദ്യുതീകരണം, സാംസ്കാരിക നിലയം, വായനശാല എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളും പ്രസ്തുത പദ്ധതിയിൽ ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. താങ്ക് യു. ശ്രീമതി ശാന്തകുമാരി കെ. സർ, ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 29-30 തീയതികളായി ഒറീസയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന SC/ST ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി ചെയർപേഴ്സൺ അംഗങ്ങളുടെ ദേശീയ കോൺഫറൻസിൽ വളരെ അഭിമാനത്തോടുകൂടി കേരളത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ SC/ST മേഖല നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ വിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ അംബേദ്കർ ഗ്രാമ പദ്ധതി, ലൈഫ് മിഷൻ, പട്ടയ മിഷൻ, അതുപോലെ ട്രേസ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വളരെ കയ്യടിയോടെയാണ് ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റിനെ വളരെയേറെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇവിടെ പറഞ്ഞതുപോലെ അംബേദ്കർ ഗ്രാമ പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇവിടെ ഏറ്റവും പുതുക്കിയ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു 15 വീടുകളെങ്കിലും. എന്നാൽ അതാ കഴിഞ്ഞു. എല്ലാ പല ജില്ലകളിലും സാർ 5 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന അതിന് ഹാബിറ്റാറ്റ് ആക്കി അവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്ത് പദ്ധതികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാർ, നമ്മൾ 5 കുടുംബങ്ങൾ മാത്രമുള്ളതിനെ ഹാബിറ്റാറ്റാക്കിയാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. അതിന് പുറമെ വരുന്ന ഇത്തരം നഗരങ്ങളിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സാർ. ഇതേ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ക്രൈറ്റീരിയ നടപടികൾ പൂർത്തീകരിച്ച് ജില്ലാതലത്തിൽ തന്നെ ആ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഇപ്പം നിലവിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഈ ഗ്രാമവികസന പദ്ധതി അതിൻ്റെ പുരോഗതി വളരെ ആശങ്കയിലാണ് പലപ്പോഴും. സാർ തന്നെ അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പുരോഗതി ഒന്നുകൂടി ഇംപ്ലിമെൻറ്റേഷൻ ഉൾപ്പെടെ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ച നടപടി എന്താണെന്ന് വിശദീകരിക്കാം.
സാർ നമ്മൾ ഈ അംബേദ്കർ ഭവന പദ്ധതി നേരെ ആദ്യം പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഏകദേശം 50% പദ്ധതികൾ നമുക്ക് അനുവദിച്ചതിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ സാങ്കേതിക അനുമതി അതുപോലെ തന്നെ ഭരണാനുമതി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജില്ലാതലത്തിൽ കൊടുക്കാനുള്ള നടപടിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ജില്ലാ കളക്ടറും ജില്ലയിലെ SC ഓഫീസർ കൺവീനറുമായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി നമ്മൾ ജില്ലാതലത്തിലേക്ക് കൊണ്ടുവന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ അതിനുവേണ്ടി തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ MLA മാർ തന്നെ അതിൻ്റെ ചെയർമാൻമാരായിക്കൊണ്ടുള്ള മണ്ഡലതലത്തിലുള്ള കമ്മിറ്റികൾ നിലവിലുണ്ട്. അത്തരം കമ്മിറ്റികളൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാനും കൃത്യമായിട്ടുള്ള ഇടപെടലും നമുക്കതിൽ നടത്താൻ വേണ്ടി സാധിക്കും. അതിനുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ശ്രീ M. മുകേഷ്. സർ, അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വീട് നവീകരണം, ഇലക്ട്രിഫിക്കേഷൻ, ശുചിമുറി നിർമ്മാണം തുടങ്ങിയ വ്യക്തിഗത പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മൾ ഇപ്പോൾ ഈ പദ്ധതി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് പുതിയ ഉത്തരവനുസരിച്ച് ലോക്കൽ ബോഡീസിനെയും അതേപോലെ തന്നെ ഗവൺമെൻറ് അംഗീകൃത അക്രഡിറ്റ് ഏജൻസിനെയാണ് നമ്മളിപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇവിടെ ചോദിച്ചത് പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നേരിട്ട് ഗുണഭോക്താക്കൾക്ക് എടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ ഉത്തരവിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഏറ്റെടുക്കുന്ന അക്രഡിറ്റ് ഏജൻസിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടുകൊണ്ട് അത്തരം പ്രവർത്തികൾ നമ്മുടെ ഈ ബെനിഫിഷ്യറിക്ക് നേരിട്ട് തന്നെ എടുക്കാനുള്ള തീരുമാനമുണ്ട് സാർ. ശ്രീ MS. അരുൺകുമാർ. സാർ, അംബേദ്കർ ഗ്രാമം പദ്ധതിക്ക് ഭരണാനുമതി നൽകുന്നതിന് ജില്ലാതലത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ? രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഘടന വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സാർ, തൊട്ടുമുമ്പ് സൂചിപ്പിച്ചു സാർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അംബേദ്കർ ഗ്രാമം പദ്ധതിക്ക് വകുപ്പ് തലത്തിൽ ഭരണാനുമതി നൽകുമ്പോഴുണ്ടാകുന്ന ഒരു കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയുടെ DPR ജില്ലാതലത്തിൽ സാങ്കേതിക പരിശോധന നടത്തി അംഗീകാരം നൽകുന്നതിന് ശുപാർശ ചെയ്യുന്നതിനായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കൺവീനറായും ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന പ്രാദേശിക പദ്ധതി നിർവഹണത്തിൽ പരിചയമുള്ള അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തഹസീൽ കുറയാത്ത ഒരു വിരമിച്ച ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ നിലവിലൊരു ടെക്നിക്കൽ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ച് നിലവിൽ വന്നിട്ടുണ്ട് സാർ. ശ്രീ KJ മാക്സി. സാർ, അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾ അംഗീകൃത ഏജൻസിക്ക് പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സാർ, അത് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു സാർ. നമ്മൾ നേരത്തെ ഒരു അക്രഡിറ്റ് ഏജൻസികളെ മാത്രം ഏൽപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉത്തരവുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ലഘൂകരിച്ച് ഇപ്പോൾ ലോക്കൽ ബോഡീസിന് കൂടി, അതായത് ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ഏൽപ്പിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശ്രീ ഉബൈദുള്ള. പ്ലീസ്. നമ്മൾ SC പ്രൊമോട്ടർമാരുടെയും ക്ലറിക്കൽ അസിസ്റ്റന്റ്മാരുടെയും ഓണറേറിയം ഏകദേശം 8 വർഷം മുമ്പ് വർദ്ധിപ്പിച്ചതാണ് സർ. പ്രൊമോട്ടർമാർക്ക് 2017 7,500 രൂപയാണ് ഓണറേറിയം ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ച് 2017 8 വർഷമായി. അത് ഏകദേശം 8 വർഷത്തോളമായി നമ്മളെ ഈ ക്ലറിക്കൽ അസിസ്റ്റന്റുമാരുടെയും ഓണറേറിയം ഇതേ രീതി തുടരുകയാണ് സർ. വലിയ രീതിയിൽ സേവനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് എത്രയോ തവണ ബസ് ചാർജ് കൂടി അവരുടെ ജീവിതച്ചെലവ് വർദ്ധിച്ചു. അതിനനുസരിച്ച് ഓണറേറിയത്തിൽ മാറ്റമുണ്ടായില്ല. അതുകൊണ്ട് പ്രൊമോട്ടർമാരുടെയും ക്ലറിക്കൽ അസിസ്റ്റന്റുമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ. ഓണറേറിയം വർദ്ധിപ്പിക്കുമോ? സാർ, ആ കാര്യങ്ങൾ വകുപ്പ് പരിശോധിച്ച് വരുന്നുണ്ട്. അതേസമയം ഈ പ്രൊമോട്ടർമാരതാണ് ഇപ്പോൾ നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്, അത് വർദ്ധിപ്പിക്കുന്ന കാര്യം. ശ്രീ E.T. ടൈസൺ മാസ്റ്റർ. അംബേദ്കർ ഗ്രാമ പദ്ധതി ഉന്നതികളിൽ നടപ്പിലാക്കുമ്പോൾ അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രൊമോട്ടർമാരുടെ, ക്ലറിക്കൽ അസിസ്റ്റന്റുമാരുടെ അല്ല, പ്രൊമോട്ടർമാരുടെ. സർ, അംബേദ്കർ ഗ്രാമ പദ്ധതി ഉന്നതികളിൽ നടപ്പിലാക്കുമ്പോൾ മിക്കവാറും എല്ലാ പദ്ധതികൾക്കും വീട് റിപ്പയറുടെ ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. എന്നാൽ പുതിയ വീട് നിർമ്മിക്കാനുള്ള വ്യവസ്ഥ നിയമം അതിലില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില വീടുകളിൽ ഇത്തരം അംബേദ്കർ കോളനി ആയി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ വലിയ ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ വീടുകൾ കൂടി ഏറ്റെടുക്കാനുള്ള ഒരു സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് ആക്കാൻ കഴിയുമോ, അതൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, നമ്മളെ കേരള ഗവൺമെൻറ് ഇപ്പോൾ പൊതുവേ ഭവന നിർമ്മാണം ലൈഫ് ഭവന പദ്ധതി എന്ന
ഒറ്റ പേരിലാണ് സംസ്ഥാനത്താകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ജനറലും എസ് സിയും എല്ലാവർക്കും ആ ഒരു രീതിയിലാണ് നടപ്പാക്കുന്നത്. സെപ്പറേറ്റ് നമ്മൾ അംബേദ്കർ ഭവന പദ്ധതിയിൽ നമ്മൾ വീട് നമ്മൾ അനുവദിക്കുന്നില്ല. അതേസമയത്ത് നമ്മൾ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് കുറേ നഗരങ്ങളിലെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുമ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് നമുക്ക് വീട് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. യെസ്, അനൂപ് ജേക്കബ്. സർ, അങ്ങിവിടെ സൂചിപ്പിച്ച് SC ഭവനങ്ങളുടെ എണ്ണം തികയ്ക്കാൻ ക്ലസ്റ്റർ രൂപീകരിക്കാമെന്ന് അങ്ങ് സൂചിപ്പിച്ചു. സാറേ, അതായത് 25 ഭവനങ്ങളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ 2 or 3 കോളനികൾ ഉൾപ്പെടുത്തുമ്പോഴായിരിക്കാം ഇങ്ങനെ എണ്ണം വരുന്നത്. അപ്പോൾ ഈ തുക അപര്യാപ്തമായി വരുന്ന സാഹചര്യമുണ്ട്. സാർ, എന്നാൽ അനിവാര്യമായ നവീകരിക്കേണ്ട ആവശ്യമായ പട്ടികജാതി ഭവനങ്ങളുള്ള കോളനികൾക്ക് തുക കുറച്ചാണെങ്കിൽ പോലും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി അംഗീകരിച്ചാൽ അത്തരത്തിലുള്ള കോളനികൾ കൂടി ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നിലയിൽ ഈ പദ്ധതിയെ ഒന്ന് വിഭാവനം ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുമോ എന്നുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഞാൻ പറഞ്ഞു സാർ, നമ്മളിപ്പോൾ നേരത്തെ ഈ പറഞ്ഞ 25 ഫാമിലീനെ ഉൾപ്പെടുത്തി മാത്രമാണ് നമ്മളത് നിഷ്കർഷിച്ചിരുന്നത്. പക്ഷേ അതിനെ നമ്മൾ കുറച്ചുകൂടി ലഘൂകരിച്ചാണ് ഇപ്പോൾ നമ്മൾ 15 വരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതിലും താഴെയാണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ഇത്തരം നഗരങ്ങളെ കൂട്ടിച്ചേർത്ത് ക്ലസ്റ്ററായിട്ടും നമുക്ക് ഈ പദ്ധതി നമുക്ക് കൊണ്ടുവരാം. അതിനും പുറമേ ആണെങ്കിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സെപ്പറേറ്റ് ഒരു പദ്ധതി കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം നഗരങ്ങളിലെ ഫാമിലി വളരെ കുറവാണെങ്കിൽ 10-ൽ താഴെയൊക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഈ അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഗ്യാപ്പ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം പദ്ധതിയിലേക്ക് നമുക്ക് അവരെ കൂടി ഉൾപ്പെടുത്തി നമുക്ക് പദ്ധതി നടപ്പാക്കാവുന്നതാണ്. യെസ്, ശ്രീ മുരളി പെരുന്നല്ലി. 10 അഭ്യസ്തവിദ്യരെ കണ്ടു മരിക്കണം എന്നുള്ള സ്വപ്നം കണ്ട മഹാനായ അയ്യങ്കാളിയുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പട്ടികജാതി സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ഈ സർക്കാരിൻ്റെ ഭാഗമായി വിവിധ മണ്ഡലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഓരോ ഐറ്റം തിരിച്ചു വരുമ്പോൾ ആ ഓരോ ഐറ്റത്തിനും മതിയാകുന്ന തുക ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട്. പ്രത്യേകിച്ച് വീടുകളുടെ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നതിൽ അനുവദിക്കപ്പെടുന്ന തുക പോരാതെ വരുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. ആ നിലയിലേക്ക് ഇതിൻ്റെ സംഖ്യ ഈ മാറിയ സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കുന്ന ആവശ്യമായ നടപടി എടുക്കുന്നു. യെസ് മിനിസ്റ്റർ, സംഖ്യ വർദ്ധിപ്പിക്കുമോ? ഈ വീട് മെയിൻ്റനൻസിന് നമ്മളിപ്പോൾ SC വിഭാഗത്തിന് മാക്സിമം 2 ലക്ഷം രൂപ വരെയും ST വിഭാഗത്തിന് നമ്മൾ 2.5 ലക്ഷം രൂപ വരെയാണ് സാർ ഇപ്പോൾ നിലവിൽ നമ്മൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ ശ്രദ്ധപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം സാർ. യെസ്, ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി. സാർ, ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സർക്കാർ ആശുപത്രി സൗജന്യമാണ്. അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ പോലും അവർക്കത് പൈസ സൗജന്യമായി കൊടുക്കുന്ന നടപടികളുണ്ടാകുമോ? യെസ് മിനിസ്റ്റർ. കേട്ടോ? യെസ്, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്ക് പോയ സ്വകാര്യ ആശുപത്രിയിൽ പോലും സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന നടപടികൾ പട്ടികവർഗ വിഭാഗത്തിനുണ്ടാകുമോ? സാർ, നമ്മളിപ്പോൾ വകുപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേക ചികിത്സാ ധനസഹായ പദ്ധതി ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപ്രകാരം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയും ഇപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പദ്ധതിയിലും 2ലും നമുക്ക് SC STക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചികിത്സയുടെ ഡോക്യുമെൻറ്റ്സ്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കുന്ന മുറയ്ക്ക് നമുക്ക് അനുവദിക്കാവുന്നതാണ്. സ്വകാര്യ ആശുപത്രി കൊടുക്കും. സ്വകാര്യ ആശുപത്രിയിലല്ല സാർ, നമ്മൾ ഗവൺമെൻറ്. യെസ്, സ്വകാര്യ ആശുപത്രി ഇല്ല. യെസ് യെസ്. ശ്രീ KV സുമേഷ്. ഈ പട്ടികജാതി നഗരങ്ങളുടെ സമഗ്ര വികസനത്തിൻ്റെ ഈ പദ്ധതി, അംബേദ്കർ പദ്ധതി എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ, ഈ പദ്ധതി വളരെ ലാഗ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോണിറ്ററിങ് ഫലപ്രദമായി ഏർപ്പെടുത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. അത്തരം കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാതലത്തിലുള്ള ഒരു അവലോകന മീറ്റിംഗ് നേരത്തെ നമ്മൾ നടത്തിയിരുന്നു. അതിനുശേഷം നമുക്ക് പുരോഗതി കുറച്ച് കൈവരിക്കാൻ വേണ്ടി സാധിച്ചു. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര രീതിയിലുള്ള ഒരു പുരോഗതി കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എങ്കിലും MLAമാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അതാത് മണ്ഡലത്തിൻ്റെ റിവ്യൂ മീറ്റിംഗ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ
വീണ്ടും വിളിച്ചു ചേർത്ത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ശക്തിപ്പെടുത്തുന്ന രീതി ഇപ്പോൾ അവലംബിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാത് മണ്ഡലത്തിലെ MLA-മാർക്ക് നമ്മുടെ മണ്ഡലതലത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്, അവിടെയും ഇത്തരം യോഗങ്ങൾ വിളിച്ച് കാര്യങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്യാവുന്നതാണ് സാർ. ശ്രീ മഞ്ഞളാംകുവേലി. സാർ, ഈ പട്ടികജാതി നഗരങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രൊമോട്ടർമാരുടെ സേവനം വളരെ അത്യാവശ്യമാണ് സാർ. അവർക്ക് നൽകിയിരുന്ന ഓണറേറിയം 7,500 രൂപ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. അത് പുതുക്കാനുള്ള ആലോചന ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിൻ്റെ കാലാവധി തീരാൻ സാർ ഇനി 5-6 മാസമുള്ളൂ. ഇതിന് മുമ്പേ അത് തീരുമാനിക്കുമോ അതോ അത് അനിശ്ചിതമായി ഇങ്ങനെ നീണ്ടുപോകും? നേരത്തെ പറഞ്ഞു ഞാൻ. അപ്പോൾ അതിൻ്റെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാണ്. പ്രൊമോട്ടർമാരുടെ SC പ്രൊമോട്ടർമാരുടെയും ST പ്രൊമോട്ടർമാരുടെ ഓണറേറിയം കാലാനുസൃതമായി തന്നെ പരിഷ്കരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്ക് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം നമ്പർ 62 ശ്രീ K. വിജയൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. സാർ, നമ്മുടെ പട്ടികവർഗ വകുപ്പ് രൂപീകരിച്ചിട്ട് 50 വർഷം പിന്നിടുകയാണ് സാർ. ചോദ്യം A, പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിനും കഴിഞ്ഞ 50 വർഷം കൊണ്ട് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക കാലത്തിൻ്റെ പുത്തൻ സാങ്കേതിക വിദ്യയുടെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് പട്ടികവർഗ യുവജനതയെ ഒരു കരുത്തുറ്റ സമൂഹമാക്കി മാറ്റുന്നതിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ വേഗതയോടൊപ്പം സഞ്ചരിക്കാനും അതിനെ അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാനും യുവജനങ്ങളെ പ്രാപ്തരാക്കുവാനും ചുവടെ പറയുന്ന നമ്മുടെ കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് സാർ. വിവിധ പദ്ധതികളുടെ നേട്ടങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നേരിട്ടെത്തിക്കുവാൻ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആധുനികവൽക്കരണം സഹായമായിട്ടുണ്ട്. സേവനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വകുപ്പിൻ്റെ ആസ്ഥാന കാര്യാലയം മുതൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് വരെയുള്ള സ്ഥാപനങ്ങൾ ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് നിലവിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും സാർ. D, പട്ടികവർഗ വികസന വകുപ്പ് രൂപീകരിച്ച് 50 വർഷം പൂർത്തിയാകുന്ന ഈ വർഷം പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനത്തിനായി ഇക്കാലയളവിൽ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളും സംരംഭങ്ങളും വകുപ്പിൻ്റെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും വകുപ്പ് ഈ ജൂബിലിയോടനുബന്ധിച്ച് അവലോകനം ചെയ്യും. സുവർണ ജൂബിലിയുടെ ഭാഗമായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് സാർ. അതിൽ കൂടി ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. ടേബിൾ ചെയ്തോ? സാർ. താങ്ക് യു. ശ്രീ K. വിജയൻ. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കേണ്ടായി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ജൂബിലി വർഷമാണ് ഇത് എന്ന്. ഈ ജൂബിലി വർഷത്തിൽ സാമൂഹ്യ പഠന മുറികൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ തന്നെ മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി പ്രഖ്യാപിച്ച സ്മാർട്ട് പഠന മുറികളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? പ്രതിവർഷം എത്ര വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും? മിനിസ്റ്റർ. സാർ, നമ്മളതിന് ഇപ്പോൾ പുതിയ നേരത്തെ പഠനമുറി നമ്മൾ സാധാരണഗതിയിലുള്ള പഠനമുറിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ പഠനമുറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വീടുകളിലെ പഠനമുറിയാണ് ഇപ്പോൾ പദ്ധതി കൂടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ എൻറോൾമെൻറ്റ് ഉറപ്പാക്കാനും അതോടൊപ്പം ഈ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും എടുത്ത എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? മിനിസ്റ്റർ. സാർ, കൊഴിഞ്ഞുപോക്ക് നമ്മൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരെ നമ്മൾ കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മെൻ്റർ ടീച്ചർമാർ, ഈ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടി മെൻ്റർ ടീച്ചർമാരെയും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് എത്താത്ത കുട്ടികൾ നിർബന്ധമായിട്ടും റിമോട്ട് ഏരിയയിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
വിദ്യാവാഹിനി പദ്ധതി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജില്ലാതലത്തിൽ നമ്മുടെ ഈ വിഭാഗം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിവ്യൂ നമ്മൾ ജില്ലാതലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഉന്നതികളിലെ ഭക്ഷണത്തിൻ്റെ പോഷകാഹാരക്കുറവ് മറ്റോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള പോഷകാഹാര വിതരണ പദ്ധതിയും നമ്മൾ വകുപ്പ് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് നിർബന്ധമായും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുറമെ ലോക്കൽ ബോഡി LSCD നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ പരിപാടിയും സ്കൂളിൽ ക്രമീകരിച്ച് നടപ്പാക്കുന്നുണ്ട്. യെസ്. ശ്രീ PS സുബാൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി CK ആശ. സർ, കഴിഞ്ഞ 50 വർഷമായി സംസ്ഥാനത്തെ പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവരുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ വകുപ്പ് അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇത് സംബന്ധിച്ച് ഒരു മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടത്തി വരുന്നുണ്ടോ? ഒപ്പം തന്നെ സുവർണ്ണ ജൂബിലി വർഷത്തിൽ അഭ്യസ്തവിദ്യരായ പട്ടിക വർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് സാർ. നമ്മൾ ഈ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ഈ പട്ടികവർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് വകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പുതിയ ടെക്നോളജിയും ശാസ്ത്രവിദ്യയും ഉപയോഗിച്ച് പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സ്കിൽ ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് പ്ലേസ്മെൻറ്റ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി നമ്മളിപ്പോൾ വകുപ്പ് സ്വീകരിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. SC വിഭാഗത്തിനാണെങ്കിൽ നമ്മൾ പിന്നെ ഏവിയേഷൻ കോച്ചിങ് പോലെയുള്ള, അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ കോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കോഴ്സുകളും നമ്മൾ ഇപ്പോൾ ലഭ്യമാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള IT-കളിൽ പുതിയ ട്രേഡുകൾ ജൂബിലിയോടനുബന്ധിച്ച് ഇപ്പോൾ പഴയ ട്രേഡുകളാണ് നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള IT-കളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം IT-കളിൽ ആധുനിക കാലഘട്ടത്തെ ശാസ്ത്രവിദ്യ ഒക്കെ പ്രയോജനപ്പെടുത്തി പുതിയ ട്രേഡുകൾ കൊണ്ടുവന്നുകൊണ്ട് അത്തരം പരിശീലനം നമ്മുടെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇപ്പോൾ നിലവിൽ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സാർ. യെസ്. ശ്രീ VR സുനിൽകുമാർ. സർ, പട്ടികവർഗ സമുദായത്തിലെ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഗോത്രബന്ധു പദ്ധതിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാം. സാർ, നമ്മളിപ്പോൾ ഈ ഗോത്രബന്ധു പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഈ ഭാഷാ പ്രാവീണ്യത്തിൻ്റെ കുറവ് മൂലം ചില അജ്ഞതയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരെയൊക്കെ അവരുടേതായിട്ടുള്ള ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ക്ലാസ്സിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോത്രബന്ധു പോലെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത്. അതുപ്രകാരം വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പാലക്കാടും ജില്ലയിലും ഒക്കെ തന്നെ നമ്മൾ ഇത്തരം മെൻ്റർ ടീച്ചർമാരെ വെച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. യെസ്. ശ്രീ CC മുകുന്ദൻ. സാർ, എൻ്റെ ചോദ്യം പട്ടികവർഗ കുടുംബങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സർക്കാർ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ടോ? വിശദമായ ലഭ്യമാക്കാമോ? യെസ്. സാർ, ഞാൻ പറഞ്ഞു ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 50 വർഷക്കാലത്തെ പുരോഗതി നമ്മൾ വിലയിരുത്തി അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇനി ഒരു പുതിയ ജൂബിലിക്ക് ശേഷം ഈ വിഭാഗത്തെ എങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഡെവലപ്മെൻറ്റും ഇവരുടെ എഡ്യൂക്കേഷൻ ഇവരുടെ ആരോഗ്യം ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ ആധുനിക കാലത്ത് എങ്ങനെ വേണം എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു കോൺക്ലേവ് ജൂബിലിയോടനുബന്ധിച്ചുള്ള ഒരു കോൺക്ലേവ് നമ്മൾ പിന്നെ ഈ സാമ്പത്തിക വർഷം ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് നമ്മൾ ദേശീയ തലത്തിലെയും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലെയും ഒക്കെയുള്ള പ്രഗത്ഭരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഒരു പുതിയ ഒരു ദിശാബോധം പുതിയ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനും അതിൽ കൂടി നടപ്പാക്കാനും വേണ്ടിയിട്ട് സാർ ഇപ്പോൾ വകുപ്പ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികവർഗ പുനരധിവാസ മേഖലയാണ് ആർളം.
അവിടുത്തെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പലവട്ടം വന്നതാണ്. വന്യമൃഗശല്യം, പ്രത്യേകിച്ച് ആന. അതിനായിട്ടുള്ള ആന മതിലിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഏതാണ്ട് നിലച്ച സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. പല കെട്ടിടങ്ങൾ പണിതെങ്കിലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഭൂമി അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ വേണം. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? എന്തൊക്കെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്? സാർ, അവിടെ ഈ എലിഫന്റ് വാൾ സംബന്ധിച്ച് നേരത്തെ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഇയാൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. 2-3 തവണ ഇയാൾക്ക് സമയം നീട്ടിക്കൊടുത്തെങ്കിലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാറുകാരനെ നമ്മളിപ്പോൾ ടെർമിനേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വർക്ക് റീടെൻഡർ ചെയ്തിരിക്കുകയാണ്. റീടെൻഡർ ചെയ്തുകൊണ്ട് ആ ആന മുതൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടിയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം, ആറള ഫാമിൽ നമ്മൾ ഈ 1 ഏക്കർ ഭൂമി വെച്ച് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്, കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. താമസിക്കാത്ത കുടുംബങ്ങളുടെ ഭൂമി സംബന്ധിച്ചുള്ള ഒരു കണക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കണക്ക് ലഭ്യമായതിന് ശേഷം ആ ഭൂമി പിന്നീട് അവർക്ക് തന്നെ വേണോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റുള്ള ലാൻഡേഴ്സ് ഫാമിലിക്ക് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങൾ വകുപ്പ് പരിശോധിക്കുന്നതായിരിക്കും. മൂന്നാമത്തത്, ആറള ഫാമിൽ നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നിർമ്മിച്ചിട്ടുള്ള മിൽക്ക് സൊസൈറ്റി, അതിൽ കൃഷിഭവൻ, അംഗൻവാടി, ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ, കുറേ കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ പിന്നെ ഏറ്റെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള മീറ്റിംഗ് കൂടുകയും ചർച്ച നടത്തുകയും അതാത് വകുപ്പിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അതാത് വകുപ്പ് തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വകുപ്പ് മേധാവികൾക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് സാർ. ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, പട്ടികവർഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് തൊഴിലവസരങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ ആലപ്പുഴയിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് PK കാളൻ പദ്ധതി. നമ്മുടെ സംസ്ഥാനത്ത് ആ പദ്ധതി കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി അവരെ നോഡൽ ഏജൻസിയായിട്ട് ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കിയത്. വളരെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു പദ്ധതിയാണ്. അത് കേരളത്തിലാകെ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും. അവശേഷിക്കുന്ന പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും അവസരങ്ങൾ ലഭ്യമാകും. അതേക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണം. മിനിസ്റ്റർ. സാർ, അത് നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സാർ. അതായത് ആലപ്പുഴ ജില്ലയിൽ വളരെ ശോചനീയമായിട്ട് നിലനിൽക്കുന്ന കുടുംബങ്ങളിലെ കണ്ടെത്തി ആ കുടുംബത്തിൻ്റെ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി ആ കുടുംബം നേരിടുന്ന വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് PK കാളൻ പദ്ധതി. അപ്പോൾ ആ പദ്ധതി നമ്മൾ നേരത്തെ നടപ്പാക്കിയിരുന്നു. അപ്പോൾ അത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ വകുപ്പ് തലത്തിൽ പരിശോധിക്കാം സാർ. ശ്രീമതി ഉമാ തോമസ്. വളരെ ഗുരുതരമായി പരിക്ക് പറ്റി പൂർണ്ണ ആരോഗ്യവതിയായി സെഷൻ മുതൽ ഉമാ തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം സഭ പങ്കുവെക്കുകയാണ്. ശ്രീമതി ഉമാ തോമസ്. സർ, പട്ടികവർഗ വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ സാധിക്കൂ. ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നവരിൽ ഭൂരിഭാഗവും സർക്കാരിൻ്റെ ഗ്രാൻഡ് സ്കോളർഷിപ്പ് മുഖാന്തരം പഠനം നടത്തുന്നവരാണ്. എന്നാൽ സർക്കാരിൻ്റെ യഥാസമയത്തുള്ള ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിതരണം ഇല്ലാത്തത് മൂലം പല കുട്ടികളും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വിഷമത്തോടുകൂടി പഠനം തുടരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് കൃത്യമായിട്ട് ഗ്രാൻഡ് സമയാസമയം കൊടുക്കുവാനായിട്ടുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ. നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു. 24-25 സാമ്പത്തിക വർഷത്തെ മുഴുവൻ കുട്ടികളുടെയും നമ്മുടെ ലംസം ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ്, സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി സാധിച്ചു. ബഡ്ജറ്റിന് പുറമേ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 300 കോടി രൂപ കൂടി അധികം ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അത്തരം കുട്ടികളുടെ ഗ്രാൻഡ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 25-26 സാമ്പത്തിക വർഷത്തെ
ഗ്രാൻഡ് വിതരണം നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മന്ത്രി എന്ന നിലയ്ക്ക് 2 മാസം കൂടുമ്പോൾ തന്നെയെങ്കിലും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ ഗ്രാൻഡ് കൊടുക്കണമെന്ന ഒരു കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിതരണം നമ്മൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സമയത്തിന് ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ഗ്രാൻഡ് കൊടുത്തിരിക്കുന്നത് ചില സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ ഈ സ്ഥാപന മേധാവികളുടെ നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ചില വിഷയങ്ങൾ നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് നിർത്തി ഇപ്പോൾ കുട്ടികളുടെ നേരിട്ട് അക്കൗണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പരിശോധിച്ച് വരുമ്പോൾ കൃത്യസമയത്ത് ഈ അപേക്ഷ ലഭ്യമാക്കാത്ത വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രാൻറ്റിനുള്ള അപേക്ഷ സമയബന്ധിതമായിട്ട് സമർപ്പിക്കേണ്ടത് അതാത് സ്കൂളിലെ HMമാരാണ്. ഈ HMമാരുടെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 700ഓളം സ്കൂളുകളിലെ HMമാർ കൃത്യവിലോപം നടത്തിയതായിട്ടാണ് സാർ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ SC/ST വിഭാഗത്തിൻ്റെ ഗ്രാൻറ്റ് അവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ ഈ ഗ്രാൻഡ് മേടിക്കേണ്ട കുട്ടികളുടെ റിപ്പോർട്ട് സമയബന്ധിതമായി തന്നെ വകുപ്പിന് ലഭ്യമാക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം നമുക്ക് സ്കൂളുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വിഷയങ്ങൾ കാരണം ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, കർശനമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ശ്രീ ചന്ദ്രശേഖരൻ. സാർ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അത് നമ്മുടെ സംസ്ഥാനത്താകെ 4 ജില്ലകളിലാണുള്ളത്. ഒന്ന് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ വിദ്യാലയമുള്ളത്. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്നൊരു പ്രശ്നം സംബന്ധിച്ച് ആ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും എല്ലാം അയച്ച കത്തിൻ്റെ ഒരു കോപ്പി എനിക്കും അയച്ചിരുന്നു. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മന്ത്ലി മെസ് അലവൻസ് 3000 ഉറുപ്പികയാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത്. പക്ഷേ അതിൽ കുറയാൻ പോകുന്നു എന്ന രീതിയിൽ അതിന് കേന്ദ്രത്തിൻ്റെ വല്ല നിർദ്ദേശവുമുണ്ടോ എന്നതാണ് എനിക്കറിയേണ്ടത്. യെസ് മിനിസ്റ്റർ. സാറ് ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ EMRS എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇടപെട്ട് കൊണ്ട് നടത്തുന്ന രീതിയിലാണ് സാർ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ടാണ് അത്തരം ഹോസ്റ്റലുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തേണ്ടത്. നമ്മൾ നേരത്തെ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന കാര്യത്തിലും അവർ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിലും ഒക്കെ ചില പോരായ്മകൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ വിഷയങ്ങൾ നേരിടുന്നുണ്ട്. MLA പറഞ്ഞതുപോലെ അതിൻ്റെ പരാതി എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ പുതിയ പദ്ധതി പ്രകാരം നമ്മൾ PM അജയ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി പ്രകാരം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ഫണ്ട് ലഭ്യമാക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പം വകുപ്പ് കടന്നിട്ടുള്ളത്. ചോദ്യം നമ്പർ 63 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, എല്ലാ ഗ്രാമീണ വീടുകളിലും ടാപ്പ് വഴി ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മിഷൻ പീരീഡ് 2024 തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്നു. പിന്നീട് 2025 വരെ ദീർഘിപ്പിക്കുകയും 25-26 കേന്ദ്ര ബജറ്റിൽ കാലാവധി 2028 വരെ നീട്ടിയതായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2020 പദ്ധതി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് 17.50 ലക്ഷം വീടുകളിൽ മാത്രമാണ് കണക്ഷൻ ഉണ്ടായിരുന്നത്. അതായത് 25.06%. ജജഎമ്മിലൂടെ 54.45 ലക്ഷം കുടിവെള്ള കണക്ഷൻ നൽകാനായി 44,714.79 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിൽ 21.13 ലക്ഷം കണക്ഷനുകൾ നൽകി. നിലവിൽ സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിൽ ആകെയുള്ള 69.82 ലക്ഷം വീടുകളിൽ 38.62 ലക്ഷം വീടുകളിൽ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് 55.31%. വിവിധ സ്കീമുകളിലായി നാളിതുവരെ 5546 വർക്ക് പാക്കേജുകളിലായി നടപ്പിലാക്കി വരുന്ന പ്രവർത്തികളിൽ 3214 പ്രവർത്തികൾ നിലവിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. 1770 പ്രവർത്തികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരുന്നു. ബാക്കി പ്രവർത്തികൾ ടെൻഡർ നടപടി പുരോഗമിച്ചു വരുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ മാത്രമാണ് 25% മുകളിൽ കുടിവെള്ള കണക്ഷൻ കവറേജ് ഉണ്ടായിരുന്നത്: ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ. ഇപ്പോൾ 7 ജില്ലകൾ 50% മുകളിൽ കവറേജ് കൈവരിച്ചു കഴിഞ്ഞു: കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കണ്ണൂർ, തൃശ്ശൂർ. 3 ജില്ലകൾ 45% മുകളിൽ കവറേജ് കൈവരിച്ചു: പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം. മറ്റ് ജില്ലകൾ 30% മുകളിൽ കവറേജ് കൈവരിച്ചു.
പദ്ധതി തുടങ്ങുമ്പോൾ ഒരു പഞ്ചായത്തിലും 100% കവറേജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 117 പഞ്ചായത്തുകൾ 100% കവറേജ് കൈവരിച്ചു. 403 പഞ്ചായത്തുകൾ 53%, 9 നിയമസഭാ മണ്ഡലങ്ങളിലും 100% കവറേജ് കൈവരിക്കാൻ കഴിഞ്ഞു. ധർമ്മടം, കല്യാശ്ശേരി, കണ്ണൂർ, ബേപ്പൂർ, വൈപ്പിൻ, എറണാകുളം, കൊച്ചി, അരൂർ, വൈക്കം നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായി 100% കവറേജ് കൈവരിച്ച നിയോജക മണ്ഡലങ്ങളാണ്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നൽകിയ കണക്ഷനുകൾ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരുപാട് പേര് ചോദ്യം ടേബിൾ ചെയ്യാം. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചോദ്യവും ചുരുക്കി ചോദിച്ചാൽ ഒരുപാട് അവസരം കൊടുക്കാം. സർ, കേരളമാകെ ശുദ്ധജലം എത്തിക്കുന്നതിന് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ അങ്ങ് വലിയ ശ്രമം നടത്തുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് സർ, സാമ്പത്തികമായ പ്രയാസം മൂലം അത് എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സർ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ വെബ്സൈറ്റിൽ പ്ലാനിങ് ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ രേഖയെടുത്ത് പരിശോധിച്ചാൽ അവിടെ കേരളവും കേന്ദ്രവും ഒരുപോലെ സമയബന്ധിതമായി കൊടുക്കേണ്ടുന്ന പണം നൽകാത്തത് മൂലം ഒരുപാടേറെ സംഖ്യ പണം നഷ്ടപ്പെടുകയാണ് സർ. 2019 മുതലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട് കിട്ടിയത്. കേന്ദ്രത്തിന് 1804 കോടി രൂപ വകയിരുത്തി 1353 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി വിഹിതം അനുവദിക്കാത്തതിനാൽ 451 കോടി രൂപ നഷ്ടപ്പെട്ടു. സാർ, ഞാൻ എല്ലാ വർഷത്തെയും വായിക്കുന്നില്ല. 2023-24 ഏകദേശം 671 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. 2024-25 ഏകദേശം 975 കോടി രൂപ നഷ്ടപ്പെട്ടു. സാർ, അത് സമയബന്ധിതമായി നൽകാത്തതുകൊണ്ടാണ്. മൊത്തം ഈ 2019 മുതൽ 2345 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. ജലജീവൻ മിഷൻ പദ്ധതി ആരംഭിച്ച് 2019 നാളിതുവരെ കേന്ദ്രവിധമായി ആനുപാതികമായി സംസ്ഥാന വിഹിതം യഥാസമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സംഖ്യ 2345 കോടി രൂപയും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2022-23 സാമ്പത്തിക വർഷം വകയിരുത്തതുപോലെ കേന്ദ്രവിഹിതം അനുവദിക്കുന്നവർക്ക് യഥാസമയം സംസ്ഥാന വിഹിതം അനുവദിച്ചിരുന്നെങ്കിൽ ഈ സംഖ്യ നഷ്ടപ്പെടില്ലായിരുന്നു. സർ, ഇപ്പോൾ അങ്ങ് തന്നെ നൽകിയ മറുപടി അനുസരിച്ച് 17,000 കോടി രൂപ ഇത് പൂർത്തീകരിക്കാൻ വേണം. സർ, ഈ തുകയടക്കം കരാറുകാർക്ക് കൊടുക്കാനുള്ള സംഖ്യയടക്കം ഇത് ഉണ്ടാക്കി എങ്ങനെയാണ് സർ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുക? അതിനുള്ള പരിഹാരം എന്താണ് അങ്ങ് സ്വീകരിക്കാൻ പോകുന്നത്? ഇതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കേന്ദ്ര വിഹിതം നൽകിയതനുസരിച്ചുള്ള സംസ്ഥാന വിഹിതം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 500 കോടി രൂപയും കൂടി സ്റ്റേറ്റ് കൊടുത്തിരിക്കുക, കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ല. 500 കോടി ഇപ്പം നമ്മൾ സർപ്ലൈസായി കൊടുത്തിരിക്കുക. കേന്ദ്രം ഒരു വർഷമായിട്ട് ഇപ്പം നമുക്ക് പണം അനുവദിച്ച് തരുന്നില്ല. 2028 വരെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും തന്നെയും ആയിട്ടില്ല. എങ്കിലും സംസ്ഥാനത്ത് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരാറുകാർക്ക് കൊടുക്കേണ്ട തുക ഉൾപ്പെടെ കൊടുത്തു തീർത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഗവൺമെൻറ് അനുമതി കൊടുത്തു, തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. കരാറുകാർക്ക് ലഭ്യമാകേണ്ട തുകയും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാൾ സ്പീഡിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട MLA-യുടെ മണ്ഡലത്തിൽ നല്ല നിലയിൽ ആ പണികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈയിടെയോടെ വന്നായിരുന്നല്ലോ. അവിടെ കാണേണ്ട വിഷയം ആകെ വീടുകൾ 44,025 ഈ ജലജീവൻ മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് 18% കണക്ഷൻ. അതായത് 7,939 വീടുകളിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. ജയം വന്നതിന് ശേഷം കണക്ഷൻ നൽകിയത് 18,911. അതിൻ്റെ അർത്ഥം ഇപ്പോൾ 26,900 കണക്ഷൻ കൊടുത്തു. അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ 18% നിന്ന് 62% കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു. ഇതാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂട്ടായ പരിശ്രമമേ ആവശ്യമുള്ളൂ. ഇതിൽ യഥാർത്ഥ MLA-മാർക്ക് അതാത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇക്കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാം. കേന്ദ്ര വിഹിതത്തിന് അനുസൃതമായ സ്റ്റേറ്റ് വിഹിതം കൊടുത്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 500 കോടി രൂപ ഇപ്പോൾ സ്റ്റേറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആ വിഹിതം കിട്ടിയിട്ടില്ല. ഇനി അത് കാത്തിരിക്കുന്നത് ശരിയല്ല. ഇവിടെ ജോലി നടത്തിയതിന് പണം കൊടുക്കണം, ബാക്കി പണി പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു. ആ തുക കൂടി ലഭ്യമാക്കി കൊടുക്കുമ്പോൾ കുറെ കൂടി ഊർജിതമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചുള്ള മുന്നേറ്റമാണ് ഇതിന് ആവശ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തീർച്ചയായും സമയബന്ധിതമായി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സർ, ഈ മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത എൻ്റെ ജില്ലയിലടക്കമുള്ള എൻ്റെ മണ്ഡലത്തിലടക്കമുള്ള പ്രദേശത്ത് ഈ കുടിവെള്ളം നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുന്നുണ്ട്. പഞ്ചായത്തും മറ്റ് ഗവൺമെൻറ് ഏജൻസികളുമൊക്കെ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറാണ്. അതിന് വില നിശ്ചയിച്ച് കിട്ടാത്തത് കാരണം ഈ സ്ഥലം ഏറ്റെടുത്ത് ടാങ്ക് നിർമ്മാണവും അല്ലെങ്കിൽ പ്ലാന്റ് നിർമ്മാണവും ഒക്കെ നടക്കാൻ കഴിയുന്നില്ല.
ഇപ്പോൾ എന്താണ് വളാഞ്ചേരി, ചോദ്യത്തിലേക്ക് മാറാക്കര അടക്കമുള്ള പ്രദേശത്ത് ടാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും അതിന് പണം നൽകാനും അത് പണം കെട്ടിവെക്കാനും പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനാവശ്യമായ അനുവാദം ലഭിക്കുന്നില്ല. അത് അനുവാദം ലഭിക്കാത്തത് കൊണ്ട് ആ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. അത് ഏറ്റവും എളുപ്പം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമോ സർ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടും. മാത്രമല്ല, ഇതിൽ നല്ല സുതാര്യമായ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയത്. സ്ഥലം എടുക്കുന്നതിന് വേണ്ടി വരുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല തട്ടിലായി പല ചർച്ചകളും നടന്നു. കേരളത്തിലെ ഈ പദ്ധതിക്ക് വേണ്ടി നമുക്ക് ആവശ്യം വേണ്ടി വന്നത് സർക്കാർ ഭൂമി 92.86 ഏക്കർ സ്ഥലമാണ്. എന്നാൽ ഇതോടകം നമുക്ക് ലഭിച്ചത് 89.61 ഏക്കർ ലഭിച്ചു. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് 4.60 ഏക്കർ മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ് ഭൂമിയുടെ കാര്യം മാത്രം. ഇനി സ്വകാര്യ ഭൂമി എടുത്താൽ 97.69 ഏക്കർ വേണ്ടിയിരുന്നിടത്ത് 77.9 ഏക്കർ സ്ഥലം ലഭിച്ചു. ഇനി നമുക്ക് 7.32 ഏക്കർ മേഖലയിലാണ് സ്ഥലം ലഭ്യമാകാനായിട്ടുള്ളത്. ഇത് സ്ഥലം എടുക്കുന്നതും ഈ ഭൂമി വാങ്ങിക്കുന്നതിലൊക്കെ ഉള്ള വിഷയങ്ങൾ സുതാര്യമായി ചെയ്യുന്നതിന് മാർക്കറ്റ് വാല്യൂയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഭൂമി ലഭ്യമാകാനുള്ള സാധ്യതയുള്ളൂ. പല പഞ്ചായത്തുകളും പണം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിലവിലുള്ള ഫെയർ വാല്യൂ അനുസരിച്ച് ആരും ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ജില്ലാ കളക്ടർമാർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശം ഗവൺമെൻറ് ഉത്തരവായി തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവരിത് പാലിക്കപ്പെടുന്നുണ്ട്. എവിടെയെങ്കിലും തടസ്സങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ MLA-മാർക്ക് ബന്ധപ്പെടാം. അതല്ല ഗവൺമെൻറ് തലത്തിൽ പരിഹരിക്കേണ്ടതാണെങ്കിൽ ഗവൺമെൻറ് തലത്തിലും അക്കാര്യത്തിൽ ഇടപെട്ട് സ്ഥലലഭ്യത ഉറപ്പുവരുത്തി പദ്ധതി തടസ്സപ്പെട്ടു പോയാൽ പൂർണ്ണമായും അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ ഗൗരവപൂർവമായ സമീപനം സ്വീകരിക്കാവുന്നതാണ്. ശ്രീ എന്നെ നെല്ലിക്കുന്നു. സർ, ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊട്ടിപ്പൊളിച്ച റോഡുകൾ, അത് പഞ്ചായത്ത് റോഡുകളുണ്ട്, PWD റോഡുകളുണ്ട്. കേരളത്തിൽ അങ്ങനെ 45,000 കിലോമീറ്റർ റോഡുകൾ ഉണ്ട് എന്നതാണ് കണക്ക്. ഇത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് നന്നാക്കിയിട്ടുണ്ട്. അപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പൈപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് റോഡുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും റോഡുകൾ ഒരുമിച്ച് പൊളിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് കാണില്ല. അത് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ട പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി ഏകദേശം 1,02,000 കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. കേരളത്തിൽ 1,00,000 കിലോമീറ്റർ പൈപ്പ് ലൈൻ. അതിൽ ഏകദേശം 56,813 കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൽ 31,079 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി നടക്കുമ്പോൾ പഞ്ചായത്ത് റോഡുകളിൽ അത് പുനഃസ്ഥാപിച്ചു വരുന്നതിന് ചില സ്ഥലത്തൊക്കെ ചില താമസം നേരിട്ടിട്ടുണ്ടാവും. കോൺട്രാക്ടർമാരുടെ രീതിയിൽ ചില അലംഭാവവും അവർക്ക് സാമ്പത്തികമായി എന്നോട് നല്ലൊരു കോൺട്രാക്ടർ പറഞ്ഞു, പണം നൽകാതെ കുഴി അടയ്ക്കാൻ നിർവാഹമില്ല. ഒരു വശം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എഗ്രിമെൻ്റ് വെക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെ ടെമ്പററിയായി റിസ്റ്റോർ ചെയ്ത് കൊടുക്കുക. പെർമനൻറ്റ് റിസ്റ്റോറേഷനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാം. അതുപോലും അഭാവം കാണിക്കുന്നുണ്ട്, അലംഭാവം കാണിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ നല്ലവണ്ണം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളിൽ ഈ ഫണ്ട് നമുക്ക് ആദ്യഘട്ടം വന്ന 1ഉം 2ഉം സ്ട്രെഞ്ചിൽ ഈ റോഡ് റിസ്റ്റോറേഷൻ ആവശ്യമായ പണം അനുവദിക്കപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് പലതവണ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ വിഷയങ്ങളും സാഹചര്യമെല്ലാം ബോധ്യപ്പെടുത്തിയപ്പോൾ അതിന് അഡീഷണലായി ഫണ്ട് അനുവദിച്ചു. അങ്ങനെ അനുവദിക്കപ്പെട്ട ഫണ്ട് ഏറ്റെടുത്ത കോൺട്രാക്ടർ മുഖാന്തരം തന്നെ ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭ്യമാകും. ഇനി ആ കോൺട്രാക്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പഞ്ചായത്ത് ആ വർക്ക് ചെയ്തതിന് ശേഷം ആ തുക റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഇതിനാവശ്യമായ തുകയും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് റോഡുകൾ തകരുന്നു എന്ന് പറയുന്നത് ഈ റോഡ് പൊളിക്കുന്ന ഭാഗം റിസ്റ്റോർ ചെയ്യാനുള്ള തുകയെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടുള്ളൂ. പക്ഷെ അത് പൊളിക്കുമ്പം റോഡ് മൊത്തം നന്നാക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമായി ചില ബുദ്ധിമുട്ട് വരും. അത് പഞ്ചായത്ത് കമ്മിറ്റികളും ജനപ്രതിനിധികളും എല്ലാം കൂടി ആലോചിച്ച് അതിന് അതാത് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിഹാര മാർഗ്ഗം കണ്ടെത്തലാണ് ആവശ്യം. എന്നാൽ ഇതിൻ്റെ ഭാഗമായി പൊളിച്ചിട്ടുള്ള റോഡുകൾ ഏതെങ്കിലും തലത്തിൽ ഇടപെടലിൻ്റെ കുറവ് കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. ശ്രീ UA ലത്തീഫ്. സർ, പദ്ധതി നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മറുപടിയിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എന്നെ നെല്ലിക്കുന്ന് സൂചിപ്പിച്ചതുപോലെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി മഞ്ചേരി മണ്ഡലത്തിലെ കീഴാറ്റൂർ, തൃക്കങ്കോട് പഞ്ചായത്തുകളിൽ
റോഡുകൾ വെട്ടിപ്പൊളിച്ചിടുകയും അത് റെസ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് ഗതാഗതത്തിന് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം പദ്ധതി പ്രകാരം വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അത് വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, അതോടെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും പരിശോധിക്കാം. മഞ്ചേരി മണ്ഡലത്തിൽ അല്പം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അതൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് MLA കൂടി ഒന്ന് പരിശോധിക്കണം. ഞാൻ ഈയിടെ അവിടുത്തെ പ്രോഗ്രാമിന് വരാൻ നോക്കിയിട്ട് അതെന്തോ ചെറിയ ശീതസമരം കാരണം പ്രോഗ്രാം തന്നെ വേണ്ടെന്ന് വെച്ചു മഞ്ചേരിയിൽ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളൊന്ന് കൂട്ടായിട്ട് പരിശോധിക്കാം. അവിടെ ഒരു നല്ല ഇടപെടൽ നടത്താം. ഏതായാലും കുടിവെള്ളം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നല്ല പരിഗണന ഉണ്ടാവും. ശ്രീ മഞ്ഞളാംകുവേലി. സർ, ഇന്ത്യ രാജ്യത്ത് 2019 ആരംഭിച്ച ഒരു മഹത്തായ പദ്ധതിയിൽ ഒരു വർഷം വൈകി മാത്രം നമ്മൾ ഭാഗമായി അതിൽ വർഷങ്ങൾ പഴക്കമുള്ള എസ്റ്റിമേറ്റും പ്രോജക്റ്റുകളും സമർപ്പിച്ച് അംഗീകാരം നേടി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള സർവേ കൊണ്ട് മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, സംസ്ഥാന സർക്കാർ വീതം യഥാസമയം വകയിരുത്താതിരിക്കുക, ഭൂമി യഥാസമയം ഏറ്റെടുത്ത് നൽകാതിരിക്കുക, കരാറുകാരുടെ തുക യഥാസമയം നൽകാതിരിക്കുക, കേന്ദ്ര ഫണ്ട് യഥാസമയം വിനിയോഗിക്കുകയും വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകാതിരിക്കുകയും ചെയ്യുക എന്ന ഗുരുതരമായ വീഴ്ചകൾ കാരണം ജലജീവൻ മിഷൻ പദ്ധതി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് വെറും 54% വീടുകളിൽ മാത്രമാണ്. സർ, അത് പഴയ കണക്ഷൻ അടക്കം. സർ, എൻ്റെ ചോദ്യം, അങ്ങനെ രാജ്യത്തെ ഏറ്റവും പിന്നിൽ 34ാം സ്ഥാനത്താണ് സർ. നമ്മുടെ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കേരളം. ജലജീവൻ മിഷൻ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ ഒരു മുന്നണിയുടെ സർക്കാരിന് ഇനിയും 36% വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവശേഷിക്കുന്ന ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് എത്ര വീടുകൾ എത്തിക്കാൻ കഴിയും, കുടിവെള്ളം എത്തിക്കാൻ കഴിയും, എത്ര ശതമാനം പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന്? ഏതായാലും പരിചയസമ്പന്നനായൊരു മെമ്പർ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത് വളരെ നന്നായി. അല്ല, നിങ്ങൾ ഇടപെടണ്ട. മഞ്ഞളാംകുഴി അലിയെ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നോടൊന്ന് ശ്രദ്ധിച്ചേ, ഉത്തരം ശ്രദ്ധിക്ക്. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ പറഞ്ഞോ. പരിചയസമ്പന്നനായ ഒരു നിയമസഭാ അംഗം ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത് സഭയിൽ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവസരമുണ്ടായി. ആദ്യം പരിഗണിക്കേണ്ടത് ഈ പറഞ്ഞ വാദഗതികളൊന്നും ശരിയാണോ, പിന്നെ ഗൂഗിളാണോ എങ്ങനെയാണോ ഇത്രയും വർക്ക് എടുത്ത് കിടക്കുക? എത്ര ദിവസം കൊണ്ടാണ് ഒരു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ എസ്റ്റിമേറ്റ് പൂർത്തിയാക്കുന്നത്? ഈ ഗ്രാമത്തിലല്ല ഇത് അളന്ന് തിരിച്ച് പൈപ്പിടേണ്ട വഴി, ഓവർഹെഡ് ടാങ്ക് വേണ്ടത്, പ്ലാന്റ് വേണ്ടത്, ഈ സിസ്റ്റം എല്ലാം എടുക്കാൻ പറ്റുന്ന താമസം ഉണ്ടാക്കിയോ? ഏതാണ് പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല പറഞ്ഞൊരു കാര്യവും. ഇനി നമ്മുടെ മണ്ഡലം ഒന്ന് പരിശോധിക്കുക, അതിലേക്ക് പോകണ്ടല്ലോ. ഇപ്പം 55% കൊടുത്തത് ആക്ഷേപകരമായി പോയി എന്നാണ് പറയുന്നതെങ്കിൽ 55% കൊടുത്തതിൽ അഭിമാനമുള്ളൊരു ഗവൺമെൻറ്റാണിത് എന്ന് മനസ്സിലാക്കണം. പറയട്ടെ, ഈ 55 ഞാൻ പറയട്ടെ. അങ്ങ് ചേർന്നോക്ക് സംസാരിച്ചോ മിനിസ്റ്റർ? അങ്ങ് ചേർന്നോക്ക് സംസാരിച്ചോ മിനിസ്റ്റർ? പ്ലീസ് അങ്ങ് ചേർന്നോക്ക് സംസാരിച്ചോ? പ്ലീസ് ഉത്തരം കേൾക്കാൻ ക്ഷമ കാണിക്കും. പ്ലീസ് ഉത്തരം കേൾക്കാൻ. അവിടെ ഇപ്പൊ ശബ്ദമില്ല. ഉത്തരം കേൾക്കാൻ ക്ഷമ കാണിക്കും. പ്ലീസ് പറയട്ടെ. അവിടെ ഇരിക്കുക. പ്ലീസ് അങ്ങ് പറഞ്ഞോ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങ് പറഞ്ഞോ. നമ്മൾ ഈ ചോദ്യത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു. പ്ലീസ് അൻവർ അവിടെ ഇരിക്കും. മിനിസ്റ്റർക്ക് സംസാരിച്ചോ? ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ഇത് അങ്ങോട്ട് പറയട്ടെ, എനിക്ക് പറയാൻ അവസരം തരൂ. മിനിസ്റ്റർ പ്ലീസ് ചെയറിനെ അഡ്രസ് ചെയ്യൂ. ഇതാ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ നല്ലവണ്ണം സഹകരിക്കുന്ന ജനപ്രതിനിധികളാണ് ഓരോരുത്തരും. അതിലൊന്നൊരു തർക്കം എനിക്കില്ല. ഗവൺമെൻറ് ഭാഗത്ത് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 17 ലക്ഷം ഗാർഹിക കുടുംബങ്ങളിൽ മാത്രം കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ചൊരു പദ്ധതി 3 വർഷക്കാലം കൊണ്ട് 54% പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് ഏതാണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിയെന്ന് പറഞ്ഞാൽ അതെന്താ ക്ഷീണമാണോ? അതുപോലെ തന്നെ 8 ലക്ഷം ഗാർഹിക കുടുംബങ്ങളിലേക്ക് ആവശ്യമായ ലൈൻ ഇട്ടു. പക്ഷേ കണക്ഷൻ കൊടുക്കണമെങ്കിൽ പ്ലാന്റും അനുബന്ധ സൗകര്യങ്ങളും രൂപപ്പെടണം. 3-4 മാസക്കാലം കൊണ്ട് ആ പ്ലാന്റും ഓവർഹെഡ് ടാങ്കും സൗകര്യങ്ങളും രൂപപ്പെട്ടാൽ ഈ പറയപ്പെടുന്ന 40 എന്നുള്ളത് 48 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ആ നിലയിൽ മുന്നേറുന്നൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളല്ല നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്.
രാഷ്ട്രീയപരമായി ജലജീവൻ മിഷനെയും കുടിവെള്ളത്തെയും കാണരുത്. നമ്മുടെ മണ്ഡലം മഞ്ചലാംകുടി അലി സാഹിബിൻ്റെ മണ്ഡലം എടുത്താൽ എന്താ സ്ഥിതി? അവിടെ 51,061 കുടുംബമുള്ളത്. അവിടെ ഇതിന് മുമ്പുണ്ടായിരുന്ന കണക്ഷൻ 13,337 എന്ന് പറഞ്ഞാൽ 22.34%. MLA തന്നെ വിളിച്ചുകൂട്ടി മീറ്റിംഗ്, നല്ല ഇടപെടൽ നടത്തി, ഞാൻ എതിർത്തില്ലല്ലോ. അതിൻ്റെ ഭാഗമായി അങ്ങയുടെ മണ്ഡലത്തിലുണ്ടായ വർധനം എത്രയാ? 76.93%. ഏത് അത് ഇല്ലെങ്കിൽ പറയണം, തടസ്സമുണ്ടെ പറയണം. അതിൻ്റെ അർത്ഥം 13,000-ൽ നിന്ന് 45,000 വീട്ടിൽ കുടിവെള്ളം കൊടുത്തിട്ട് ആ പദ്ധതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമഭാവനയോടെ ഒരു സമീപനമാണ് ആവശ്യം. ഒരു തർക്കത്തിനുമില്ല. പണം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു, അതാണല്ലോ ലോൺ എടുത്തത്. ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മണ്ഡലത്തിലെയും പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയും കുടിവെള്ള വിതരണ പദ്ധതി ഒരുമിച്ച് വാട്ടർ അതോറിറ്റിയാണ് നടത്തുന്നത്. ഇതവിടെ കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേക സെക്ഷൻ അനുവദിക്കുമോ എന്നുള്ളതാണ്. ആ വിഷയം പ്രത്യേകമായി പരിഗണിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. ആ വിഷയം വാട്ടർ അതോറിറ്റിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമുണ്ട്. അതിൻ്റെ സമയോചിതമായി കാര്യങ്ങൾ ഇടപെട്ട് പോകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം. ശ്രീ പ്രമോദ് നാരായൺ. റാന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ജലമിത്ര പദ്ധതിക്ക് സർക്കാർ നൽകുന്ന പിന്തുണ കൂടി പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി കുടിവെള്ളം എത്തിക്കാൻ ഭാരിച്ച തുക ചെലവഴിച്ചുകൊണ്ട് ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ നിലയ്ക്കൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റൺ വിജയിച്ച സാഹചര്യത്തിൽ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് മുമ്പായി പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്ത് തീർത്ഥാടകർക്ക് പ്രയോജനകരമാക്കാൻ നടപടി സ്വീകരിക്കുമോ? നമ്മുടെ വാട്ടർ അതോറിറ്റിക്കും സംസ്ഥാന ഗവൺമെൻറ്റിനും എല്ലാം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ബഹുമാനപ്പെട്ട റാന്നി MLA സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി നിലയ്ക്കൽ വെള്ളം എത്തിച്ചിരുന്നത് ലോറികളിലും ട്രാക്ടറുകളിലും ഒക്കെയായിരുന്നു. എന്നാൽ അതിൻ്റെ ട്രയൽ റൺ നടന്നു. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറി വികസിച്ചു വരികയാണ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കും പെരുന്നാട് പഞ്ചായത്തിലെ നിലയ്ക്കൽ, പ്ലാപ്പള്ളി, ലാഹ ഭാഗങ്ങളിലും ശീതത്തോട് പഞ്ചായത്തിലെ കുടിവെള്ളം എത്തുന്നതിനായി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ശീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി. ഇതിൻ്റെ ഭാഗമായി ഈ മണ്ഡലകാലം ആകുമ്പോഴേക്കും നമ്മൾ കുറേ കൂടി മെച്ചപ്പെടുത്തി അവിടെ ടാങ്കർ ലോറികളിലുള്ള കുടിവെള്ള വിതരണത്തിൻ്റെ രീതി കുറച്ചു കൊണ്ടുവന്ന് പൂർണ്ണതോതിൽ ശബരിമല വരുന്ന പുണ്യ തീർത്ഥാടകർക്ക് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി ചരിത്രത്തിലാദ്യമായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയെ മുന്നേറുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇത് നമുക്ക് അഭിമാനകരമാണ്, സംസ്ഥാനത്തിന് അഭിമാനകരമാണ്. ശ്രീ രമേശ് ചെന്നിത്തല. ഈ സംസ്ഥാനത്ത് ഇന്ന് ജലജീവൻ പദ്ധതി പരിപൂർണമായി നിലച്ചിരിക്കുകയാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലാവധി കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിച്ചു. നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് 3 വർഷം കൂടി നീട്ടാൻ പോകുന്നുവെന്നാണ്. സർ, കേരളത്തിലേക്ക് ഒരു ടീമിനെ അയച്ചു കേന്ദ്ര ഗവൺമെൻറ്. ആ ടീം വന്ന് പരിശോധിച്ചു. സർ, എൻ്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാട് കുടിവെള്ള പദ്ധതി 16 വർഷമായി പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതി ഉൾപ്പെടെ 90 പദ്ധതികൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് ഈ പദ്ധതികളൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ ഇതാണ് അവസ്ഥ. ഇതിനു വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്തു ചെയ്യും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഈ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ജൽജീവൻ മിഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അതിനുള്ള നടപടി സ്വീകരിക്കും. വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇവിടെ സൂചിപ്പിച്ചത്. മെമ്പർ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ പ്രകാരം നമുക്ക് അത്തരം കാര്യങ്ങളിൽ പുതിയ എഗ്രിമെൻ്റ് വെച്ചത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ നിലവിലുണ്ട്. പക്ഷേ അതങ്ങനെ നിൽക്കാൻ കഴിയില്ല. ശക്തമായ ഇടപെടലുകൾ ആഴ്ചതോറും എന്നതുപോലെയുള്ള റിമൈൻഡർ ലെറ്ററുകളും ബന്ധപ്പെടലും നടത്തി മുന്നോട്ട് വരിക. പക്ഷേ ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതികളിൽ ഏതെങ്കിലും ഒരു പോർഷൻ തീരാനുള്ളതുകൊണ്ട് മാത്രം ഒരു പദ്ധതി മുടങ്ങിപ്പോകാനായിട്ട് സാധ്യമല്ല. അങ്ങനെ മുടങ്ങിപ്പോയാൽ പ്ലാന്റ് തീർന്നു, പക്ഷേ ലൈൻ വലിക്കാൻ പറ്റിയില്ല, ഓവർഹെഡ് ടാങ്ക് വെച്ചു, ഡിസ്ട്രിബ്യൂഷൻ ലൈൻ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പ്രോജക്റ്റ് ഏതെങ്കിലും കംപ്ലീഷൻ ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നതായിട്ടുണ്ടെങ്കിൽ
അത് പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായി അനുമതി കൊടുത്ത വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥിതി സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കുകയാണ്. കേന്ദ്രത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രം ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി കണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം കേന്ദ്രം ആണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ തടസ്സം ഉണ്ടാക്കി നിൽക്കുന്നത് എന്നുള്ള വിവരം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനം ആവശ്യമായ ഷെയർ കേന്ദ്രം പറഞ്ഞ പ്രകാരം കൊടുത്തു. ഇപ്പോൾ നമ്മൾ 500 കോടി രൂപയുടെ സർപ്ലസ് ആയി കൊടുത്തു. എങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളൊന്നും ഒരു വർഷക്കാലമായി കിട്ടുന്നില്ല. 2028 വരെ ദീർഘിപ്പിച്ചു എന്ന് പറഞ്ഞാലും തുടർ നടപടിയൊന്നും കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടില്ല. അത് ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം. നമുക്ക് ഒരുമിച്ച് ഇക്കാര്യത്തിൽ മൂവ് ചെയ്യാം. ആ പണവും കൂടി ലഭിക്കേണ്ടതാണ്, അവകാശപ്പെട്ടതാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയോജിത പദ്ധതിയായ ജലജീവൻ മിഷനിൽ സംസ്ഥാനം കൊടുക്കുന്ന ഷെയറിന് അനുസൃതമായി കേന്ദ്രം തരികയും കേന്ദ്രം ഇടുന്ന തുകയ്ക്ക് അനുസൃതമായി സംസ്ഥാനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ സംസ്ഥാനം മുന്നിട്ട് നിൽക്കുകയാണ്. നമുക്ക് തുക ലഭിച്ചിട്ടില്ല. പക്ഷേ ആരംഭിച്ച ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നേരിടാതിരിക്കാൻ ഗവൺമെന്റിൻ്റെതായ എല്ലാ ഇടപെടലുകളും നടത്തി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. ചോദ്യം നമ്പർ 64 ശ്രീ അൻവർ സാദത്ത്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഉത്തരം ടേബിൾ ചെയ്താൽ ചോദ്യം ചോദിക്കായിരുന്നു. താങ്ക് യു. ശ്രീ അൻവർ സാദത്ത്. സർ, ഇന്ന് ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ചില സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ടത് സാർ. കിലോമീറ്ററോളം ചുമന്നാണ് കുടമലർക്കുടി സ്വദേശികളായ ദമ്പതിമാരുടെ പനി ബാധിച്ച മകനെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. സാർ, ആശുപത്രിയിൽ കൊണ്ടുപോയത് ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ട് സാർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആദിവാസി പ്രദേശത്ത് നമുക്ക് രോഗികളായ ഈ ആദിവാസികളെ എത്തിക്കാനുള്ള, അവരെ എത്രയും വേഗം അസുഖങ്ങൾ വരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ ആദിവാസി മേഖലയിൽ ഇല്ല സാർ. ഇത്ര ആധുനിക യുഗത്തിൽ നമുക്ക് എന്തെല്ലാം സൗകര്യം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്തുകൊണ്ട് സർക്കാർ അതിന് തയ്യാറാവുന്നില്ല? അത് എത്രയും വേഗം അത് നടപ്പിലാക്കുവാൻ സർക്കാർ തയ്യാറാവുമെന്ന് ചോദ്യം. സർ, ഈ ഇടമലക്കുടി സാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഞ്ചായത്താണ്. 2009 അന്നത്തെ LDF ഗവൺമെൻറ്റാണ് നമ്മുടെ കേരളത്തിലെ ഏക ഒരു ട്രൈബൽ പഞ്ചായത്തായിട്ട് അന്ന് ഇടമലക്കുടിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് സാർ. അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് 11 കിലോമീറ്ററോളം ഉള്ളിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് സാർ. അവരെ ആ പ്രദേശത്തു നിന്നും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ഗവൺമെൻറ് പല ശ്രമങ്ങളും നടത്തി. പക്ഷേ അതൊക്കെ നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് 2009 അന്നത്തെ ഗവൺമെൻറ് ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ആ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം അവിടെ അന്നത്തെ ഗവൺമെൻറ് അവിടെ സ്കൂൾ അനുവദിച്ചു, വൈദ്യുതി അനുവദിച്ചു, അതിനുശേഷം നമ്മുടെ ടെലിഫോൺ കണക്ടിവിറ്റി അനുവദിച്ചു, ഇങ്ങനെ കുറേ ആശുപത്രി അനുവദിച്ചു, സ്കൂൾ അനുവദിച്ച എല്ലാ കാര്യങ്ങളും അനുവദിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ 11 കിലോമീറ്ററോളം വരുന്ന ഒരു റോഡാണ് ഏകമാർഗമായിട്ട് അങ്ങോട്ടുള്ളത്. അത് നമുക്ക് റോഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല സാർ. ഞാൻ നേരിട്ട് ആ പ്രദേശം സന്ദർശിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് റോഡൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ റോഡ് ഇല്ലാത്തത് കൊണ്ട് ഈ ഡെവലപ്മെൻറ്റിന് പുറമെ കൂടുതൽ ഡെവലപ്മെൻറ്റ് വേഗത്തിൽ ചെയ്യാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാണ് കഴിഞ്ഞ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഇവിടെ നമ്മുടെ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് അങ്ങോട്ടുള്ള 11 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 13 കോടി രൂപ നമ്മൾ അനുവദിച്ചു. ആ അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 കിലോമീറ്ററോളം ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അങ്ങോട്ട് പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡിൻ്റെ പൂർത്തീകരണം നടക്കുമ്പോൾ മാത്രമാണ് സാർ നമുക്ക് അവിടെയുള്ള വികസനങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് വനമാണ്, അത് പൂർണ്ണമായിട്ട് 100% വനമാണ്. അപ്പോൾ ആ വനമായതുകൊണ്ട് തന്നെ വന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി നമുക്ക് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടു. അതൊക്കെ ലഭ്യമാക്കിയതിന് ശേഷമാണ് നമ്മുടെ റോഡ് നിർമ്മാണം നമ്മൾ അങ്ങോട്ട് ആരംഭിച്ചത്. ഏതായാലും സമയബന്ധിതമായിട്ട് ആ റോഡ് നമുക്ക് അവിടെ പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ വേഗത്തിലാക്കാനും അവിടുത്തെ ഡെവലപ്മെൻറ്റ് കൂടുതൽ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സംഭവം നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ. പക്ഷേ ഈ നടന്നത് ഈ കുടലാർക്കുടി എന്ന് പറയുന്ന ഒരു ദുർഘട പ്രദേശത്ത് ആണ് സാർ ഈ വിഷയം നടന്നിട്ടുള്ളത്. അതായത് ഈ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോഡിൻ്റെ പുറമെ അതിൻ്റെയും ഉള്ളിൽ വനാന്തരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു റോഡ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, എങ്കിലും അങ്ങനെയുള്ള ഒരു ദുർഘടമായിട്ടുള്ള ഒരു നടപടിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ ആ വഴി കൂടി വന്നിട്ട് വേണം ഈ പ്രധാനമായിട്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റൂട്ടിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ ഈ റോഡ് നിർമ്മിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള ഈ കൂടുതൽ കുടലാർക്കുടി പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട റോഡുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മറ്റു റോഡുകൾ കൂടിയൊക്കെ നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ നടപടിയിലേക്ക് വകുപ്പ് പോകും. സാറ് ഇതിനകത്ത് എനിക്ക് നമ്മുടെ അതുപോലെ സാറേ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഭൂമി മേടിക്കാറുണ്ട് എല്ലാത്തിനും. പക്ഷെ അതൊക്കെ പലയിടത്തും ഈ ഇടനില നിൽക്കുന്ന ഭൂമാഫിയകൾ ഈ പൈസ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സാർ. അതുപോലെ തന്നെ ഇതുവരെ ഞാൻ എൻ്റെ വാഴക്കുളം പഞ്ചായത്തിൽ വാഴക്കുളം ബ്ലോക്കിന്റെ ഏരിയയിൽ സാർ ഇതുപോലെ തന്നെ SC ഭൂമി മേടിച്ചു. ആ ഭൂമി മേടിച്ചാൽ ആധാരത്തിൽ വഴിയുണ്ട്. പക്ഷെ ആധാരത്തിൽ വഴിയുണ്ടെങ്കിലും അന്ന് വാസ്തവത്തിൽ വഴിയില്ല. പക്ഷെ ഇന്ന് ആ ഭൂമി അവിടെ പല ബിൽഡിംഗ് പണിത് വഴിയില്ലാതെ അവിടെ കാട് പിടിച്ചെടുക്കുകയാണ് സാർ. സാറേ അത് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ കൊടുക്കാൻ ശ്രമം. അതല്ല ഉദ്യോഗസ്ഥന്മാരെ ആധാരം എഴുതിയ ആള്, രജിസ്ട്രാർ, അതോടൊപ്പം തന്നെ ഇതിന് സാക്ഷി നിന്ന ആളുകൾ, അവരെയൊക്കെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ അവർക്ക് നടപടി സ്വീകരിക്കാൻ തയ്യാറാവുമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നത്. സാർ ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പറയുന്ന കാര്യം കുറേ ശരിയാണ് സാർ. നമ്മൾ ഈ SC വിഭാഗത്തിന് ഈ ഭൂമി വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് 4 ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ചെങ്കുത്തായിട്ടുള്ള സ്ഥലം എടുക്കാൻ വേണ്ടി പാടില്ല. നിർബന്ധമായിട്ടും എടുക്കുന്ന സ്ഥലത്തേക്ക് വഴി സൗകര്യം, റോഡ് സൗകര്യം വേണം, ഇലക്ട്രിസിറ്റി സൗകര്യം വേണം, കുടിവെള്ള സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ടാണ് ഭൂമി വാങ്ങാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ചില സ്ഥലങ്ങളിൽ MLA പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് വകുപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ട് നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ഓർഡർ. ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ചെയർ വളരെ ഹമ്പിളായി റിക്വസ്റ്റ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എസ്സേയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക.